മോർണിംഗ്. ആരാ ഇത് വരച്ചത്? Tell me, ആരാ ഇത് വരച്ചത്? Stand up. നിങ്ങളോടാ പറഞ്ഞത് സ്റ്റാൻഡ് അപ്പ്. നിങ്ങളാണോ ഇത് വരച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളാ വരച്ചത്. Get out. Get out from the class. അപ്പൊ കുത്ത് ചങ്കിലെന്നെ കൊണ്ടു അല്ലേ? ആള് വേർത്ത് കുളിച്ചു പോയി. ഇപ്പൊ മനസ്സിലായോ റെഡ്ഡിയുടെ സൈക്കോളജിക്കൽ കുത്തിന്റെ ഡെപ്ത്? സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഇക്കൊല്ലം അവരുടെ ക്ലാസ്സിൽ കയറ്റും തോന്നില്ല. അത് നമുക്ക് നോക്കാം. ആ ഗംഗാ തോമസാണ് സംഗതി ആകെ പൊളിച്ചത്. ഗംഗയോ? അവളെന്ത് ചെയ്തു? ആരാ വരച്ചതെന്ന് ചോദിച്ചപ്പോ അവള് തിരിഞ്ഞ് ഞങ്ങളൊരു നോട്ടം. അവളെ നമ്മുടെ കയ്യിൽ കിട്ടും. കിട്ടിയ എന്നെ ഏൽപ്പിച്ചേക്കണം കേട്ടോ. എന്തിനാ? ഗംഗയല്ലേ ചെടയിൽ ഒളിപ്പിച്ചു വെക്കാനായിരിക്കും. വെരി ഗുഡ്. തേടിയ വള്ളി കാലിൽ ചുറ്റി. എന്താ? വാ പറയാം. ഹായ് ഗംഗ. ഹായ് ഗംഗ. നന്ദു സാർ ഒരുമിച്ച് എന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് നോക്കുന്നത് കണ്ടല്ലോ. ഫംഗ്ഷൻ എടുത്ത് സ്റ്റിൽസാ. അതെയോ? എന്നാ ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്ന്. സോറി, ഇപ്പൊ പുറത്തെടുത്ത് എല്ലാരും കൂടെ കമന്റ്സ് തുടങ്ങും. നമുക്ക് സൗകര്യമായിട്ട് പിന്നെ കാണാം. അതെങ്ങനെയാ? ക്ലാസ് കഴിഞ്ഞാൽ അപ്പോഴേ താൻ മുങ്ങില്ലേ? ഇല്ല, ഞാൻ കാണിച്ചു തരാം. ഷുവർ. ഓക്കേ. വാടി. ഗുഡ് മോർണിംഗ് എവരിബഡി. സോറി, ഞാൻ ഇപ്പം ലേറ്റ് ആയി. ഇന്ന് മൂവർ സംഘം അവരെയോ? ഇന്ന് തമാശ പറയാൻ നേരമില്ല. ഗംഗ, താങ്ക് യു. സ്റ്റുഡൻസ്, today you are going to learn the famous poem The Eve of St. Agnes, written by the famous romantic poet John Keats. The poem deals with the theme of love. കവികളും കലാകാരന്മാരൊക്കെ പാടി പുകഴ്ത്തിയിട്ടുള്ള ആ ദിവ്യാനുഭൂതി, പ്രേമം. ദാറ്റ് മീൻസ് ലവ്. ഒരുപാട് ഇഷ്ടമാണ്. Continue, sir. Yes, I am continuing. It's a love of two young couples. I mean, romantic of passionate love. എന്തു പറ്റി സർ? ഒന്നുമില്ല. ഹെഡ് തലവേദന, വല്ലാത്ത തലവേദന. We'll stop today. ആ കുട്ടി എന്നാലും ഇങ്ങനെ എന്ത് പറ്റി നന്ദു സാറേ? നത്തിങ്. പിന്നെന്താ ഒറ്റയ്ക്കിരുന്ന് പെറുപിറുക്കുന്നത്? പിന്നെ ഞാനൊരു പാട്ടിന്റെ ലൈൻ ആലോചിക്കായിരുന്നു. എന്നിട്ട് ലൈൻ കിട്ടിയോ? കിട്ടി, പക്ഷെ ട്യൂണിന് പൊരുത്തപ്പെടാത്ത ലൈനാ. ഓഹോ.
എന്താ മുഖമല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലവേദന. തലവേദനയോ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടല്ലോ, എന്താ അത്? ഏയ് ഒന്നുമില്ല, ഈ ക്ലാസ് എടുത്ത് കഴിയുമ്പോ ഒരു അതെങ്ങനെയാ? ആവശ്യത്തിനുള്ള വാചകടിയല്ലല്ലോ. എന്നിട്ടിപ്പോ എങ്ങോട്ടാ സർക്കിട്ട്? ലൈബ്രറി വരെ. ഉള്ള തലവേദന പോരാഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പൊ ലൈബ്രറിയിലേക്കൊന്നും പോകണ്ട. ഏയ് അതൊന്നും സാരമില്ല. അല്ല, ലൈബ്രറിയിലേക്കെന്നാ ഇതിലേ? ഓ സോറി, തലവേദനയിലെല്ലാം മറന്നു. റെക്കോർഡ്സിൽ എത്ര വരയ്ക്കാനല്ലേ? ഞാനൊന്നും ചെയ്തില്ല. ഓ, ഓ, ഓ. അയ്യോ. അയ്യോ ഒരുപാട് ഇഷ്ടമാണ്. കറക്കുന്ന പശുവിനെ കൊടുത്തിട്ട് വിത്തുകാളയെ മേടിച്ചതുപോലെ ആയല്ലോ എന്റെ അവസ്ഥ. കർത്താവേ, ഗംഗ, പിന്നെ ഞാൻ കുട്ടിയുടെ ലെക്ചറർ അല്ലേ? അതെ. കുട്ടി എന്റെ സ്റ്റുഡന്റും. അപ്പൊ നമ്മൾ തമ്മിലുള്ളൊരു ഹലോ. ഹായ് ഗംഗ. ഹലോ. ബൈ. ബൈ. ഒരുപാട് ഇഷ്ടമാണ്. നിനക്കവനെ ഒരുപാട് ഇഷ്ടമാണ് അല്ലയോടി? അവിടെ ഒരു പ്രേമക്കൂത്ത്. ശരി, എനിക്ക് വട്ട് പിടിച്ചിട്ട് വേണം നിനക്ക് ആ കോന്തൻ നന്ദഗോപാലിന്റെ കൂടെ പോയി പൊറുക്കാൻ. ദൈവം സത്യമുള്ളവനാ. അതുകൊണ്ടാണ് നിന്റെ പ്രേമലേഖന കൊടുപ്പ് എന്റെ തിരുതുപ്പിൽ തന്നെ നടത്തിച്ചത്. എന്റെ ഈശോയെ, നന്ദുസാന്റെ കയ്യിൽ നിന്ന് താഴെ വീണൊരു കടലാസ് ഞാൻ എടുത്തു കൊടുത്തേ ഉള്ളൂ. അതിനകത്ത് എന്താണെന്ന് ദൈവത്തിനാണ് എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നുമോളാണ് ഞാൻ പറയുന്നത് സത്യ. ഓ, നിന്റെ പൊന്നുമോളോ? ആ കാര്യത്തിൽ എനിക്ക് ചില സംശയമൊക്കെ ഉണ്ടടി. ഞാനില്ല.